ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വുഡ്സ് ബോറോ എന്ന നഗരമാണ് കാണിക്കുന്നത്. സ്കോട്ടും അവൻ്റെ കാമുകിയായ മാഡിസണും ചേർന്ന് അവിടെയുള്ള കുപ്രസിദ്ധമായ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ക്രൂരമായ ഒരു കൂട്ടക്കൊല നടന്ന ആ വീട് ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക് വാടകയ്ക്ക് മുറിയെടുത്ത് താമസിക്കാനും അന്ന് നടന്നിരുന്ന കൊലപാതകങ്ങളെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള അലങ്കാരങ്ങൾ കണ്ട് രസിക്കാനുമുള്ള സൗകര്യം ഇപ്പോൾ അവിടെയുണ്ട്. ഇത്തരം ഹൊറർ സംബന്ധമായ കാര്യങ്ങളുടെ വലിയൊരു ആരാധകനായതുകൊണ്ട് തന്നെ സ്കോട്ട് അവിടെയുള്ള ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. എന്നാൽ മാഡിസനെ ഇതൊക്കെ കണ്ട് മടുത്തു തുടങ്ങിയിരുന്നു. അവൾ ബാത്റൂമിലേക്ക് പോയതോടെ രണ്ടുപേരും രണ്ട് വഴിയിലായി. മിനിറ്റുകൾക്ക് ശേഷം ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയ മാഡിസനെ സ്കോട്ടിനെ എവിടെയും കാണാനായി സാധിച്ചില്ല. അവൾ ഓരോ മുറിയിലും കയറി ലൈറ്റുകൾ ഓൺ ചെയ്ത് അവനെ തിരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ വീടിനെ ഭീതിയിലാഴ്ത്തിയ സാക്ഷാൽ ഗോസ്റ്റ് ഫേസ് അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭയന്നുപോയ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടുകയും നേരെ ചെന്ന് സ്കോട്ടിൻ്റെ മേലേക്ക് ഇടിച്ചു വീഴുകയും ചെയ്തു. താൻ കണ്ട ഭീകര ദൃശ്യത്തെക്കുറിച്ച് അവൾ അവനോട് പറയുമ്പോൾ സ്കോട്ട് ധൈര്യപൂർവ്വം ആ മുറിയിലേക്ക് നടന്നു ചെന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് കേവലം ഒരു മോഷൻ സെൻസർ ഘടിപ്പിച്ച ഒരു ഗോസ്റ്റ് ഫേസ് പാവ മാത്രമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായി ആദ്യത്തെ ഗോസ്റ്റ് ഫേസ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സ്റ്റു എന്നാളുടെ ചെറിയ സ്മാരകവും ഉണ്ടായിരുന്നു. തലയിലേക്ക് ടെലിവിഷൻ വീണാണ് അവൻ കൊല്ലപ്പെട്ടതെങ്കിലും അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുന്നത്. അത് ഹൊറർ അനുഭവം കിട്ടാനായി സെറ്റ് ചെയ്തതാണെന്ന് കരുതി സ്കോട്ട് വേഗം ചെന്ന് ഫോൺ എടുത്തു. മറുതലയ്ക്കിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്ക് അവൻ കൃത്യമായി മറുപടി നൽകിയെങ്കിലും ഒടുവിൽ ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം പറഞ്ഞതോടെ അവൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം സ്കോട്ട് ബാത്റൂമിലേക്ക് പോയ സമയത്ത് മാഡിസൻ്റെ സെൽഫോണിലേക്ക് ഒരു കോൾ വന്നു. നീ ഉടൻ തന്നെ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് ഭീതിജനകമായ ശബ്ദത്തിൽ ഒരാൾ അവളോട് പറയുകയാണ്. ഇതൊരു കളിയുടെ ഭാഗമാണെന്ന് കരുതി അവളും ആ രീതിയിലാണ് ആ സംഭാഷണത്തോട് പ്രതികരിച്ചിരുന്നത്. എന്നാൽ ആ ശബ്ദം അവളെ അപമാനിക്കാൻ തുടങ്ങിയതോടെ അവൾ ദേഷ്യപ്പെടുകയും ആ കോൾ കട്ടാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അടുത്ത മുറിയിൽ നിന്നും ഒരു ശബ്ദം കേട്ട് മാഡിസൺ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആ ഗോസ്റ്റ് ഫേസ് പാവ വീണ്ടും ചലിക്കാൻ തുടങ്ങി. ഇത്തവണ അത് വ്യത്യസ്തമായ രീതിയിൽ കൈ ഉയർത്തുകയാണ് ചെയ്തത്. സംശയം തോന്നിയ മാഡിസൺ അതിൻ്റെ മോഷൻ സെൻസർ പരിശോധിക്കാനായി കൈ നീക്കുകയും ദേഷ്യത്തോടെ ആ മാസ്കിലടിച്ച് അതിനെ ചീത്ത വിളിക്കുകയും ചെയ്തു. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ മുൻപിൽ സാക്ഷാൽ ഗോസ്റ്റ് ഫേസ് നിൽക്കുന്നു. പേടിച്ചുപോയ അവൾ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തടിച്ചു. എന്നാൽ അത് അവളെ ഭയപ്പെടുത്താൻ വേണ്ടി സ്കോട്ട് ഒപ്പിച്ച ഒരു കുസൃതിയായിരുന്നു. കൃത്യം ആ നിമിഷത്തിൽ ആ പാവയുടെ ചലനങ്ങളിൽ എന്തോ മാറ്റം വന്നതായി സ്കോട്ട് ശ്രദ്ധിച്ചു. അവൻ അതിൻ്റെ അടുത്തേക്ക് നീങ്ങിയതും പാവയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന യഥാർത്ഥ ഗോസ്റ്റ് ഫേസ് പുറത്തേക്ക് ചാടി സ്കോട്ടിൻ്റെ മേൽ വീഴുകയും അവനെ ക്രൂരമായി കത്തികൊണ്ട് പലതവണ കുത്തി അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സ്കോട്ട് ചോരയിൽ കുളിച്ച് വീണതോടെ ഭയന്നു കുറച്ച മാഡിസൺ അവിടെയുണ്ടായിരുന്ന ഒരു അലങ്കാര വസ്തു എടുത്ത് കൊലയാളിയുടെ നേർക്കെറിഞ്ഞ് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. എന്നാൽ മറ്റൊരു മുറിയിലൂടെ ഷോർട്ട്കട്ട് വഴി വന്ന ഗോസ്റ്റ് ഫേസ് അവളുടെ മുന്നിലേക്ക് ചാടുകയും വഴിയിലുണ്ടായിരുന്ന മേശ തള്ളിയിട്ട് അവളുടെ അടുത്തേക്ക് കുതിക്കുകയും ചെയ്തു. അവൻ അവളുടെ മുടിയിൽ പിടിച്ച് ഗോവണിയുടെ പടികളിലേക്ക് വലിച്ചെറിഞ്ഞു. മാഡിസൺ അവിടെ നിന്നും ഇഴഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഗോസ്റ്റ് ഫേസ് അവളുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുകയും അവളുടെ തല റെയിലിംഗിൽ ഇടിക്കുകയും ചെയ്തു. ഏറെ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ അവനിൽ നിന്നും സ്വയം മോചിതയായ അവൾ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി. ചുമരിലുണ്ടായിരുന്ന ഒരു വിളക്ക് വലിച്ചൂരിയെടുത്ത് ഗോസ്റ്റ് ഫേസിനെ അവൾ ശക്തമായി അടിച്ചു. അവനെ ചവിട്ടി താഴെയിട്ട ശേഷം ഓടാൻ ശ്രമിച്ചെങ്കിലും അവൻ വീണ്ടും അവളെ ആക്രമിച്ചു. രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ അവൾ ചുമരിൽ ശക്തമായി ചവിട്ടുകയും അങ്ങനെ രണ്ടുപേരും താഴേക്ക് വീഴുകയുമാണ്. മാഡിസൺ അവിടെയുണ്ടായിരുന്ന വിളക്കിൽ തൂങ്ങിക്കിടന്നെങ്കിലും ഗോസ്റ്റ് ഫേസ് താഴേക്ക് പതിച്ചു. വിളക്കിൽ ആടിയുലഞ്ഞ്
റെയിലിങ്ങിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ മാഡിസന്റെ കൈ വഴുതുകയും അവൾ താഴേക്ക് വീഴുകയും ചെയ്തു. താഴെ കത്തിയും പിടിച്ച് കാത്തുകിടന്നിരുന്ന ഗോസ്റ്റ് ഫേസിൻ്റെ കൈയിലേക്കാണ് അവൾ വീണത്. ആ കത്തി അവളുടെ വയറ്റിലേക്ക് ആഴ്ന്നിറങ്ങി. മൃതപ്രാണയായി കിടന്നിരുന്ന മാഡിസൺ നോക്കി നിൽക്കി ഗോസ്റ്റ് ഫേസ് ആ വീടിനെ തീയിട്ടു. അതിനുശേഷം അവളുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം അവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ശേഷം കാണിക്കുന്നത് പൈൻഗ്രോവ് എന്ന നഗരമാണ്. അവിടെ ടാറ്റം തൻ്റെ ഫോണിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനലിന് പുറത്ത് ഒരു ശബ്ദം കേട്ടു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു നിഴൽ കണ്ട് ഞെട്ടിപ്പോയി. എന്നാൽ അത് മറ്റാരുമല്ല, അവളുടെ കാമുകനായ ബെന്നായിരുന്നു. അവർ രണ്ടുപേരും കട്ടിലിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ടാറ്റം വേഗം ബെന്നിനെ തള്ളിമാറ്റി. അപ്പോഴേക്കും അവളുടെ അമ്മയായ സിഡ്നി മുറിയിലേക്ക് കടന്നു വന്നിരുന്നു. ഒളിക്കാൻ ശ്രമിക്കുന്ന ബെന്നിനെ സിഡ്നി ഉടനടി കണ്ടെത്തുകയും അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. അമ്മയുടെ അമിതമായ സംരക്ഷണ മനോഭാവത്തെ ചൊല്ലി ടാറ്റം സിഡ്നിയുമായി വഴക്കിട്ടു. മുൻപ് നടന്ന ഗോസ്റ്റ് ഫേസ് കൂട്ടക്കൊലകളിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ട വ്യക്തിയാണ് സിഡ്നി. തൻ്റെ മകൾ ആ തെറ്റുകൾ ആവർത്തിക്കരുത് എന്നവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ടാറ്റത്തിന് തൻ്റെ അമ്മ ഒരു കപട വിശ്വാസിയാണെന്നാണ് തോന്നിയത്. തുടർന്ന് സിഡ്നി വീടിൻ്റെ അലാം സിസ്റ്റം ഓൺ ചെയ്ത ശേഷം തൻ്റെ ഭർത്താവായ മാർക്കിനൊപ്പം സമയം ചിലവഴിക്കാനായി സ്വന്തം മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ മാർക്ക് ജോലിക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ ഗാരേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. അതേസമയം സിഡ്നി തൻ്റെ കഫേയിലേക്കെത്തി ലൂക്കാസ് എന്നയാൾക്കുള്ള ഓർഡർ തയ്യാറാക്കുകയാണ്. കഴിഞ്ഞ രാത്രി താൻ കണ്ട ഗോസ്റ്റ് ഫേസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയെക്കുറിച്ച് ലൂക്കാസ് സംസാരിക്കുകയും തൻ്റെ പോഡ്കാസ്റ്റിൽ ഒരതിഥിയായി വരാൻ സിഡ്നിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവൻ്റെ അമ്മ ജെസിക്ക അവിടെ എത്തി. മകൻ്റെ പെരുമാറ്റത്തിന് സിഡ്നിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവനെ തടഞ്ഞു. തുടർന്ന് സിഡ്നി തികച്ചും വിചിത്രമായി പെരുമാറുന്ന, ഒരു വാക്കുപോലും സംസാരിക്കാത്ത കാൾ എന്നയാൾക്കുള്ള ഓർഡർ നൽകി. തൻ്റെ ബ്രേക്ക് ടൈമിൽ ഒരു കൗമാരക്കാരിയായ മകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് സിഡ്നി ജെസിക്കയോട് ഉപദേശം ചോദിച്ചു. ഈ ലോകം വളരെ അപകടം പിടിച്ചതാണെന്നും കുട്ടികളെ സ്വയം പ്രതിരോധിക്കാൻ പഠിക്കണമെന്നും ജെസിക്ക പറഞ്ഞു. തൻ്റെ ഭർത്താവ് തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്ന ആളാണെന്നും അതുകൊണ്ട് അവനെ ഉപേക്ഷിച്ച് ഇപ്പോൾ ലൂക്കാസിനെ തനിച്ചാണ് വളർത്തുന്നതെന്നും ജെസിക്ക വെളിപ്പെടുത്തി. അതേസമയം സ്കൂളിൽ ടാറ്റത്തിന് ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലിനായി ഒരു നായയുടെ വേഷം ധരിക്കേണ്ടി വന്നിരുന്നു. സ്റ്റേജിലേക്ക് കയറുന്നതിനിടെ കാല് തെന്നി വീണ അവൾ മുകളിൽ കെട്ടിത്തൂക്കിയിരുന്ന ഒരു പ്രധാന നടി ഹന്നയെ അബദ്ധത്തിൽ തള്ളിമാറ്റി. ഹന്നയുടെ ഹാർനസ് നിയന്ത്രിച്ചിരുന്ന ആരോൺ അവളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അവൾ സെറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയി. ഹന്നയോടും ആരോണിനോടും ആ ഹാർനസ് ഉപയോഗിച്ച് കൂടുതൽ പരിശീലിക്കാൻ നാടക സംവിധായകനായ മിസ്റ്റർ ജോർജ് ആവശ്യപ്പെട്ടു. തുടർന്ന് ടാറ്റം തൻ്റെ കഥാപാത്രത്തിന് കൂടുതൽ കരുത്തു നൽകണമെന്നും അവളുടെ അമ്മയുടെ ഉള്ളിലെ ആ അഗ്നി പുറത്തെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഫേയിലിരിക്കുമ്പോൾ സിഡ്നിക്ക് ഗോസ്റ്റ് ഫേസ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഭീകരൻ്റെ ശബ്ദത്തിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. ഇത് വെറും പ്രാങ്ക് കോൾ ആണെന്ന് കരുതി അവളത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചിരുന്നയാൾ അയാളുടെ കോൾ വീഡിയോ കോളാക്കി മാറ്റി. സിഡ്നിയെ ഞെട്ടിച്ചുകൊണ്ട് ആ സ്ക്രീനിൽ തെളിഞ്ഞത് സ്റ്റൂവിൻ്റെ വികൃതമായ മുഖമായിരുന്നു. അവളുടെ മകളെക്കുറിച്ച് തനിക്കറിയാമെന്ന് പറഞ്ഞവൻ ക്യാമറ തിരിച്ച് താനിപ്പോൾ അവളുടെ സ്കൂളിൻ്റെ മുന്നിലാണെന്നും ഉടൻ തന്നെ ആക്രമണം നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയന്നു പോയ സിഡ്നി വേഗം കാറെടുത്ത് സ്കൂളിലേക്ക് കുതിക്കുന്നതിനോടൊപ്പം പോലീസ് ചീഫ് കൂടിയായ തൻ്റെ ഭർത്താവ് മാർക്കസിനെ വിളിച്ച് വിവരമറിയിച്ചു. സ്കൂളിൽ ഹന്നയും ആരോണും സ്റ്റേജിൽ ഹാർനസ് പരിശീലനം തുടരുകയാണ്. എന്നാൽ ആരോൺ ചുറ്റുമുള്ള ചില ശബ്ദങ്ങൾ കേട്ട് അസ്വസ്ഥനായി. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ആരോൺ മറുപടിയൊന്നും നൽകാത്തതിനാൽ ഹന്ന പരിഭ്രാന്തിയിലായി. പെട്ടെന്ന് സ്റ്റേജിലെ ലൈറ്റുകൾ അണയുകയും അവളുടെ മേലേക്ക് മാത്രം ഒരു ശക്തമായ വെളിച്ചം പതിക്കുകയും ചെയ്തു. തുടർന്ന് ആ ഹാർനസ് അനിയന്ത്രിതമായി ചലിക്കാൻ തുടങ്ങുകയും ഹന്നയെ സ്റ്റേജിന് ചുറ്റും വായുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി ആട്ടുകയും ചെയ്തു. അവൾ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ഗോസ്റ്റ് ഫേസ് സ്റ്റേജിലേക്ക് കടന്നു വന്നു. അവൾ വായുവിൽ ആടിയുലഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവൻ കത്തികൊണ്ട് അവളെ ആഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൻ കത്തി ഉയർത്തിപ്പിടിക്കുകയും വേഗതയിൽ വന്ന ഹന്നയുടെ ശരീരം ആ കത്തിയിലേക്ക് തുളച്ചു കയറി
അവളുടെ വയറ് കീറിപ്പോവുകയും ചെയ്തു. അവൾ തൽക്ഷണം തന്നെ മരണപ്പെട്ടു. ആ സമയത്താണ് സിഡ്നി അവിടേക്ക് ഓടിയെത്തുന്നത്. ഗോസ്റ്റ് ഫേസിനെ ചീത്ത വിളിച്ചുകൊണ്ട് അവൾ അവന് നേരെ വെടിയുതിർത്തു. അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പോലീസ് കവാടങ്ങൾ അടയ്ക്കുമ്പോൾ സിഡ്നി അവനെ പിന്തുടരുകയായിരുന്നു. ബാക്ക് സ്റ്റേജിലെത്തിയ സിഡ്നി കാണുന്നത് ആരോണിൻ്റെ ജീവനറ്റ ശരീരമാണ്. തൻ്റെ മകൾക്കും ഇത് തന്നെ സംഭവിച്ചിരിക്കുമോ എന്ന് ഭയന്ന് അവൾ ടാറ്റത്തിൻ്റെ പേര് വിളിച്ച് നിലവിളിച്ചു. കൃത്യം ആ നിമിഷം ടാറ്റം അവളുടെ പുറകിൽ വരികയും സിഡ്നി അവളെ കെട്ടിപ്പിടിച്ച് ആ മൃതദേഹങ്ങൾ കാണിക്കാതെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജോർജ്, മാർക്ക്, തിയേറ്റർ ക്ലബ്ബിലെ മറ്റംഗങ്ങൾ എന്നിവരെ ചോദ്യം ചെയ്തു. കൊലയാളിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും സ്റ്റൂ പണ്ടേ മരിച്ചതുകൊണ്ട് ഇത് അവനാകാൻ വഴിയില്ലെന്നും മാർക്ക് അഭിപ്രായപ്പെട്ടു. കൊലയാളി ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് സാധ്യത. അതിനാൽ പോലീസ് ലാബിൽ ആ വീഡിയോ കോൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. സിഡ്നി മകളെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ബെന്നിനെ കൂടെ കൊണ്ടുവരാൻ അവൾ അനുവദിക്കാത്തത് ടാറ്റത്തെ ദേഷ്യം പിടിപ്പിച്ചു. വീട്ടിലെത്തിയ പോലീസ് എല്ലാ ജനലുകളും വാതിലുകളും പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവരെ അകത്തേക്ക് വിടുന്നത്. എന്നാൽ അവർ വീടിൻ്റെ മുകളിലത്തെ മുറി പരിശോധിക്കാൻ മറന്നുപോയിരുന്നു. പോലീസ് പോയതിനു പിന്നാലെ ഗോസ്റ്റ് ഫേസ് അവിടെ നിന്നും താഴേക്ക് ചാടി. ബെഡ്റൂമിൽ സിഡ്നി തങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. തനിക്ക് സുഹൃത്തുക്കളെ വിട്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ടാറ്റം പരാതിപ്പെട്ടു. സിഡ്നി തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയപ്പോൾ ലൈറ്റുകൾ എന്തുകൊണ്ട് അണച്ചു എന്ന് മാർക്കിനോട് ചോദിച്ചു. എന്നാൽ താൻ അത് ചെയ്തിട്ടില്ലെന്നാണ് മാർക്ക് പറയുന്നത്. പെട്ടെന്ന് മറ്റൊരു ലൈറ്റ് കൂടി അണഞ്ഞു. ഭയന്നുപോയ ദമ്പതികൾ മകളെ തിരഞ്ഞു ചെന്നപ്പോൾ അവൾ ഗോസ്റ്റ് ഫേസിൻ്റെ പിടിയിൽ അകപ്പെട്ടതായി കാണുകയാണ്. മാർക്ക് തൻ്റെ തോക്ക് താഴെ വെച്ചതും ഗോസ്റ്റ് ഫേസ് അത് ചവിട്ടി മാറ്റി. ടാറ്റത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മാർക്ക് ഗോസ്റ്റ് ഫേസിൻ്റെ മേലേക്ക് ചാടി വീണു. അവർ തമ്മിൽ കടുത്ത പോരാട്ടം അരങ്ങേറി. ഇതിനിടയിൽ ഗോസ്റ്റ് ഫേസ് മാർക്കിൻ്റെ കൈ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. അവർ തോക്കിനായി മല്ലിടുന്നതിനിടയിൽ അബദ്ധത്തിൽ വെടിപൊട്ടി അത് ചുമരിലേക്ക് കൊണ്ടു. കയ്യിൽ നിന്നും തെറിച്ചുപോയ കത്തി സിഡ്നി മാർക്കിന് നേരെ ചവിട്ടിക്കൊടുക്കുകയും അവൾ ഗോസ്റ്റ് ഫേസിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. മാർക്ക് വീണ്ടും ഗോസ്റ്റ് ഫേസുമായി പോരാടാൻ ശ്രമിച്ചെങ്കിലും ഗോസ്റ്റ് ഫേസ് അവനെ ഗോവണിയിലൂടെ താഴേക്ക് തള്ളിയിട്ടു. മാർക്ക് ബോധരഹിതനായതോടെ സിഡ്നിയും ടാറ്റവും ബെഡ്റൂമിലേക്ക് ഓടി. സിഡ്നി അവിടുത്തെ ഷൂറാക്ക് മാറ്റി അതിന് പിന്നിലുള്ള ഒരു രഹസ്യ പാനിക് റൂം തുറന്നു. ഗോസ്റ്റ് ഫേസ് അവരെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും സിഡ്നി ഒരു ബാറ്റ് കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി വാതിലടച്ചു. ഗോസ്റ്റ് ഫേസ് ആ വാതിലിൽ ശക്തമായി ഇടിക്കാൻ തുടങ്ങിയെങ്കിലും അത് കട്ടിയുള്ള സ്റ്റീൽ വാതിലായിരുന്നതിനാൽ ഒന്നും സംഭവിച്ചില്ല. പാനിക് റൂമിനുള്ളിൽ മറ്റൊരു രഹസ്യ തുരങ്കം ഉണ്ടെന്ന് സിഡ്നി മകൾക്ക് കാണിച്ചു കൊടുത്തു. മാർക്കിനെ രക്ഷിക്കാനായി അവർ അതിലൂടെ മുന്നോട്ട് നീങ്ങി. വാതിൽ തുറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗോസ്റ്റ് ഫേസ് തിരികെ പോകുമ്പോഴാണ് ചുമരുകൾക്ക് പിന്നിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. ചുമരിൽ തട്ടി നോക്കിയ ഗോസ്റ്റ് ഫേസ് പെട്ടെന്ന് അതിലേക്ക് ഒരു കത്തി കുത്തിയിറക്കി. അതോടെ ഭയന്നു പോയ അവർ വേഗത്തിൽ മുന്നോട്ട് നീങ്ങാനായി ശ്രമിച്ചു. എന്നാൽ ഗോസ്റ്റ് ഫേസ് ചുമരിലുടനീളം കത്തി കൊണ്ട് തുരുതുര കുത്തുകയാണ്. കത്തി സിഡ്നിയുടെ തൊട്ടടുത്ത് വന്നപ്പോൾ അവൾ ബാറ്റ് കൊണ്ട് അതിലേക്ക് അടിക്കുകയും കത്തി വളഞ്ഞ് അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഗോസ്റ്റ് ഫേസ് ഒരു ചൂളക്കമ്പിയെടുത്ത് വീണ്ടും ആക്രമിച്ചു. ഇതിനിടയിൽ സിഡ്നിയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. അവർ തുരങ്കത്തിൻ്റെ അറ്റത്തെത്തുമ്പോഴേക്കും ഗോസ്റ്റ് ഫേസ് ഗോവണിയുടെ ചുവട്ടിൽ മാർക്കസിനെ തിരഞ്ഞു. എന്നാൽ അവിടെ മാർക്കസിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല. സിഡ്നിയും മകളും വീടിന് പുറത്തെത്തിയതും മാർക്കസ് പുറകിൽ നിന്നും വന്ന് ഗോസ്റ്റ് ഫേസിനെ തള്ളിയിട്ടു. അവർ മുറ്റത്ത് വെച്ച് വീണ്ടും ഏറ്റുമുട്ടി. സിഡ്നി ഒരു പക്ഷിക്കൂടെടുത്ത് ഗോസ്റ്റ് ഫേസിൻ്റെ പുറത്തടിച്ച് തകർത്തു. മാർക്ക് അവനെ റോഡിലേക്ക് തള്ളിയിട്ടു. റോഡിന് നടുവിലേക്ക് വീണ ഗോസ്റ്റ് ഫേസിന് മേലേക്ക് ഒരു കാർ പാഞ്ഞു കയറുകയും അവൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു. ആ കാർ ഓടിച്ചിരുന്നത് മുൻപ് ഗോസ്റ്റ് ഫേസ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകയായ ഗെയിലായിരുന്നു. അവരുടെ അസിസ്റ്റൻറ്റുമാരായ മിണ്ടിയും ചാടും കൂടെയുണ്ടായിരുന്നു. അവരും പഴയ ഗോസ്റ്റ് ഫേസ് ആക്രമണങ്ങളെ അതിജീവിച്ചവരും മുൻപത്തെ ഇരകളുടെ ബന്ധുക്കളുമാണ്. അവർ ഗോസ്റ്റ് ഫേസിൻ്റെ മാസ്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. അവിടേക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മാസ്ക് മാറ്റിയെങ്കിലും അവിടെയുണ്ടായിരുന്ന ആർക്കും ആ മുഖം തിരിച്ചറിയാനായി കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സിഡ്നി അവനെ തിരിച്ചറിഞ്ഞു. അത്
കഫേയിൽ വെച്ച് കണ്ട കാളായിരുന്നു. പക്ഷേ അവനെക്കുറിച്ച് അവൾക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. സാധാരണയായി ഗോസ്റ്റ് ഫേസ് ഇരകളുമായി വളരെ അടുത്ത ബന്ധമുള്ളവരായിരിക്കും എന്നതിനാൽ ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. തുടർന്ന് പോലീസ് കാളിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ 2 ആഴ്ച മുൻപ് ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്നും ചാടിപ്പോയ ക്രിമിനലാണെന്ന് മനസ്സിലായി. 3 കൊലപാതകങ്ങൾ ചെയ്തതിനാലാണ് അവൻ തടവിലായിരുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ അവസാനിച്ചതിൽ സിഡ്നിക്ക് സംശയം തോന്നിയിരുന്നു. ഗോസ്റ്റ് ഫേസിന് പിന്നിൽ എപ്പോഴും 2 പേർ ഉണ്ടാകാറുണ്ട് എന്നവൾ ഓർമ്മിച്ചു. പോലീസ് സ്റ്റേപ്പിന് പുറത്ത് കൂടി നിന്നിരുന്ന ജനക്കൂട്ടത്തെ നോക്കിയ സിഡ്നി അവിടെ നിൽക്കുന്ന ജോർജിനെയും ബെന്നിനെയും കാണാനിടയായി. കുടുംബം വീണ്ടും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയൽക്കാരായ ലൂക്കാസും ജെസീക്കയും അവർക്ക് ആശ്വാസം പകരാനായി അങ്ങോട്ട് വന്നു. ലൂക്കാസിനെ ഈ ക്രൈം കഥകളോടും ഗോസ്റ്റ് ഫേസിനോടുമുള്ള അമിതമായ താല്പര്യം കണ്ട് ഗെയിലിനെ അവനിൽ സംശയം തോന്നി. എന്നാൽ ജെസീക്ക തൻ്റെ മകനെ ന്യായീകരിക്കുകയും ഗെയിലിനോട് അവിടെ നിന്നും മാറിപ്പോകാനായി ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുമിച്ച് ഒരു കാപ്പി കുടിക്കുന്നതിനിടയിൽ വുഡ്സ് ബോറോയിൽ നടന്നിരുന്ന കൊലപാതകങ്ങളെക്കുറിച്ചറിഞ്ഞാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഗെയിൽ സിഡ്നിയോട് പറഞ്ഞു. കൃത്യം ആ സമയത്ത് ഗെയിലിൻ്റെ ഫോണിലേക്ക് സ്റ്റൂവിൻ്റെ മറ്റൊരു വീഡിയോ കോൾ വന്നു. അവരെ 2 പേരെയും കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. കോൾ കട്ടായതോടെ തങ്ങളെന്തെങ്കിലും ചെയ്യാതെ ഇത് അവസാനിക്കില്ലെന്ന് സിഡ്നിയും മനസ്സിലാക്കി. അതിനാൽ തന്നെ ഗെയിലിനെ അന്വേഷണത്തിൽ സഹായിക്കാൻ അവൾ തീരുമാനിച്ചു. പിറ്റേന്ന് പോലീസിൽ നിന്നും അവൾക്ക് മറ്റൊരു കോൾ വന്നു. സ്റ്റൂവിൻ്റെ മൃതശരീരം മോർച്ചറിയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും സിസ്റ്റത്തിൽ ഇല്ലെന്ന് അവർ പറഞ്ഞു. അന്നത്തെ കൊറോണർ പണ്ടേ മരിച്ചു പോയതിനാൽ ആരോ ആ രേഖകൾ മനഃപൂർവ്വം നശിപ്പിച്ചതാകാമെന്ന് സിഡ്നി ഊഹിച്ചു. തുടർന്ന് സിഡ്നിയും ഗെയിലും ആ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കെത്തി അവിടെ സൂപ്പർവൈസറായ മാർക്കോയെ കണ്ടു. TV ഷോയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അവർ കാളിൻ്റെ മുറി സന്ദർശിച്ചു. കാൾ വളരെ അക്രമാസക്തനായ ആളായിരുന്നുവെന്ന് മാർക്കോ അവരോട് പറഞ്ഞു. കാളിൻ്റെ മുറിയുടെ ചുമരുകളിൽ ഭീതിജനകമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ സിഡ്നിയെക്കുറിച്ചോ ഗോസ്റ്റ് ഫേസിനെക്കുറിച്ചോ സംസാരിച്ചിരുന്നില്ല. തുടർന്ന് സിഡ്നി സ്റ്റൂവിൻ്റെ വീഡിയോ കോളിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചപ്പോൾ മാർക്കോ ആ മുഖം തിരിച്ചറിഞ്ഞു. 16 വർഷം മുൻപ് പേരോ വിലാസമോ ഇല്ലാതെ അവിടെ എത്തിയ ഒരു രോഗിയായിരുന്നു അത്. തലക്കേറ്റ പരിക്ക് കാരണം ഓർമ്മ നഷ്ടപ്പെട്ട അവൻ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചതിനാണ് അവിടെ എത്തിയത്. എന്നാൽ 2 ദിവസം മുൻപ് അവൻ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. കാളിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവനെന്നും മാർക്കോ സ്ഥിരീകരിച്ചു. തുടർന്ന് സ്റ്റൂവിനെ എപ്പോൾ വിളിച്ചാലും ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് സിഡ്നിയെ അറിയിച്ചു. എന്നാൽ കാത്തിരിക്കാൻ തയ്യാറാകാത്ത ഗെയിൽ അവനെ പുറത്തേക്ക് ആകർഷിക്കാനായി സിഡ്നിയെ തൻ്റെ ലൈവ് ഷോയിലേക്ക് വിളിച്ചു. സിഡ്നി അതിനെ സമ്മതിച്ചു. വീട്ടിൽ മിണ്ടി ജനലിലൂടെ നോക്കുമ്പോൾ ലൂക്കാസ് തങ്ങളുടെ വീടിനു നേരെ സംശയകരമായി നോക്കുന്നത് കാണാനിടയായി. ചാട് സെക്യൂരിറ്റി ക്യാമറകൾ പരിശോധിച്ചെങ്കിലും ഗോസ്റ്റ് ഫേസ് എങ്ങനെ അകത്തു കയറിയെന്ന് കണ്ടെത്താനായില്ല. ദൃശ്യങ്ങൾ ആരോ ഹാക്ക് ചെയ്തതാണെന്ന് അവൻ കരുതി. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ടാറ്റം ഇരട്ടകളോട് ചോദിക്കുമ്പോൾ ഇത് തങ്ങളുടെ കടമയാണെന്ന് അവർ മറുപടി നൽകി. ടാറ്റത്തിനും അവരെ സഹായിക്കാൻ ആഗ്രഹം തോന്നി. കുറച്ച് സമയത്തിന് ശേഷം മാർക്ക് ഗാരേജിൽ എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ നിലത്തു കിടന്ന കുറച്ച് ഉപകരണങ്ങൾ അവൻ എടുക്കുമ്പോൾ ഗോസ്റ്റ് ഫേസ് അവൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഗാരേജ് വാതിലടച്ച് മാർക്ക് ലൈറ്റ് അണച്ചതും ഗോസ്റ്റ് ഫേസ് അവനെ ആക്രമിച്ചു. അവൻ മാർക്കിനെ ഒരു പ്ലാസ്റ്റിക് കർട്ടണിൽ പൊതിഞ്ഞ് ക്രൂരമായി പലതവണ കുത്തിവീഴ്ത്തി. വൈകുന്നേരം ടാറ്റത്തിൻ്റെ സുഹൃത്തുക്കളെ ഒരു ബാറിലേക്ക് വിളിച്ചുകൂട്ടി. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണെന്നതിനെക്കുറിച്ച് ഇരട്ടകൾ ചർച്ച ചെയ്തു. ടാറ്റം തൻ്റെ അമ്മയുടെ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്നും കണ്ടെത്തിയ സ്റ്റൂവിൻ്റെ ആ കോൾ റെക്കോർഡിംഗ് ബെന്നിന് നൽകി. ബെൻ അത് പരിശോധിച്ചെങ്കിലും അതിൽ യാതൊരു വ്യാജ ലക്ഷണങ്ങളും കണ്ടെത്താനായില്ല. തുടർന്ന് മിണ്ടി അവിടെയുള്ള ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തു. സിഡ്നി ബെന്നിനെ വെറുക്കുന്നു. എന്നാൽ ലൂക്കാസിന് ഹൊറർ കാര്യങ്ങളോട് ഭ്രാന്തമായ താല്പര്യമുണ്ട്. ക്ലോയ്ക്ക് വിരസത ഇഷ്ടമല്ല. എന്നാൽ തങ്ങളല്ല കൊലയാളിയെന്ന് എല്ലാവരും വാദിക്കുന്നു. അതേസമയം ഗെയിലിൻ്റെ ലൈവ് ഷോ ആരംഭിക്കുകയും അവൾ സിഡ്നിയെ ഇൻ്റർവ്യൂ ചെയ്യുകയുമാണ്. ബാറിലിരുന്ന് കുട്ടികൾ ഈ ഷോ കാണുന്നുണ്ട്. കൊലയാളിയോട് തന്നെ നേരിട്ട് വിളിക്കാൻ സിഡ്നി വെല്ലുവിളിച്ചു. ഗെയിൽ അവനെ ഒരു പേടിത്തൊണ്ടനെന്ന് വിളിച്ച് പ്രകോപിപ്പിക്കാൻ നോക്കി. എന്നാൽ
കോളുകളൊന്നും തന്നെ വന്നില്ല. ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഗെയിൽ സിഡ്നിയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. തൻ്റെ മകളെക്കുറിച്ച് സംസാരിക്കാൻ സിഡ്നി വിസമ്മതിച്ചു. എന്നാൽ ഗെയിൽ വീണ്ടും നിർബന്ധിക്കുകയും സിഡ്നി ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതോടെ ദേഷ്യം വന്ന സിഡ്നി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഗെയിലിനെ ഷോ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നീട് ഗെയിൽ സിഡ്നിയോട് ക്ഷമ ചോദിച്ചു. ഗെയിൽ തൻ്റെ മാനസികാവസ്ഥ ശരിയാക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ബാറിൽ വെച്ച് തനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് ടാറ്റം പറയുകയും പിന്നെ അവളെ കാറിൽ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഷോ കഴിഞ്ഞ ഉടൻ തന്നെ സിഡ്നിക്ക് സ്റ്റൂവിൻ്റെ കോൾ വന്നു. താനിപ്പോൾ ആ ബാറിലാണെന്നും അവളുടെ മകൾ തൻ്റെ പക്കലുണ്ടെന്നും അവൻ പറഞ്ഞു. അത് അസാധ്യമാണെന്ന് സിഡ്നി പറയുമ്പോൾ ടാറ്റം രഹസ്യമായി പുറത്തുപോയെന്നും ഗാരേജ് വാതിൽ തുറന്നു കിടക്കുകയാണെന്നും അവൻ പറഞ്ഞു. ഗെയിൽ പോലീസിനെ വിളിക്കുമ്പോൾ സിഡ്നി വേഗം അങ്ങോട്ടേക്ക് കുതിച്ചു. അവൾ മാർക്കിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ബാറിന് പുറത്ത് ബെന്നിൻ്റെ കാറിൽ കയറിയ ടാറ്റം അവൻ്റെ ലാപ്ടോപ്പ് ശ്രദ്ധിച്ചു. അതിൽ അവൻ്റെ മുഖത്തിന് മുകളിൽ സ്റ്റൂവിൻ്റെ മുഖം ഡീഫേക്ക് ചെയ്യാൻ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ കണ്ട് അവൾ ഞെട്ടിപ്പോയി. താൻ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണെന്ന് ബെൻ പറഞ്ഞെങ്കിലും ടാറ്റം അത് വിശ്വസിക്കാതെ ലാപ്ടോപ്പ് കൊണ്ട് അവൻ്റെ തലക്കടിച്ച് കാറിൽ നിന്നും പുറത്തിറങ്ങി. നിർഭാഗ്യവശാൽ ഗോസ്റ്റ് ഫേസ് അവിടെ അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഭയന്നോടി. ബാറിനുള്ളിൽ ടാറ്റത്തെ തനിച്ചാക്കിയത് തെറ്റായി പോയി എന്ന് മനസ്സിലാക്കിയ ചാടും മിണ്ടിയും അവളെ തിരിഞ്ഞ് പുറപ്പെടാൻ നോക്കി. എന്നാൽ മുൻവാതിൽ പൂട്ടിക്കിടക്കുന്നതിനാൽ അവർ അടുക്കള വഴി പോകാനായി ശ്രമിക്കുകയാണ്. അടുക്കളയിൽ ക്ലോയി ഒരു കരിഞ്ഞ പിസ കളയുന്നതിനിടയിൽ ലൈറ്റുകൾ അണഞ്ഞു. തിരിഞ്ഞു നോക്കിയ അവൾ ഗോസ്റ്റ് ഫേസിനെ കാണുകയും ഓടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവൻ അവളുടെ വഴി തടഞ്ഞ് അവളെ ഫർണിച്ചറുകൾക്കിടയിലേക്ക് തള്ളിയിട്ടു. അവരുടെ മൽപ്പിടുത്തത്തിനിടയിൽ നിലത്ത് വീണ കത്തി ക്ലോയി കൈക്കലാക്കി. തൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നത് കണ്ട് അവൾ കത്തി കൊണ്ട് ആഞ്ഞുകുത്തി. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, ചാടായിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും വന്ന ഗോസ്റ്റ് ഫേസ് ചാടിൻ്റെ ശരീരത്തിൽ നിന്നും കത്തി വലിച്ചൂരി അവനെ താഴെയിട്ടു. മിണ്ടി ഗോസ്റ്റ് ഫേസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ വയറ്റിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അവളും നിലത്ത് വീണു. ക്ലോയി ഗോസ്റ്റ് ഫേസിനെ അടിച്ച് ശ്രദ്ധ തിരിച്ച് ബാറിലേക്ക് ഓടുകയും അവിടെയുണ്ടായിരുന്ന ലൂക്കാസിനോട് ഓടി രക്ഷപ്പെടാനായി പറയുകയും ചെയ്തു. എന്നാൽ ലൂക്കാസ് അടുക്കളയിലേക്ക് കയറിപ്പോയി. കുറച്ച് നിമിഷത്തെ നിശബ്ദതയ്ക്കു ശേഷം ചോരയിൽ കുളിച്ച ലൂക്കാസ് പുറത്തേക്ക് തിരിച്ചു വീണു. ഗോസ്റ്റ് ഫേസ് വരുന്നത് കണ്ട് ക്ലോയി ബാറിനു പിന്നിൽ ഒളിച്ചു. അവൻ നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. പുറത്തേക്കുള്ള വാതിലടയുന്ന ശബ്ദം കേട്ട് അവൻ പോയി എന്ന് കരുതി ക്ലോയി പുറത്തേക്ക് വന്നു. എന്നാൽ അതൊരു കെണിയായിരുന്നു. ഗോസ്റ്റ് ഫേസ് അവളെ പിടികൂടി അവളുടെ തല ബാറിലിരിക്കുകയും ഗ്ലാസ് കഷ്ണങ്ങളുടെ കൂട്ടത്തിലേക്ക് വലിച്ചഴയ്ക്കുകയും ചെയ്തു. അങ്ങനെ മൂർച്ചയുള്ള കഷ്ണങ്ങൾ തറച്ച് അവൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ലൂക്കാസ് അവിടെ നിന്നും ഇഴഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഗോസ്റ്റ് ഫേസ് അവനെ പിന്നിലേക്ക് വലിച്ച് ഒരു ബിയർ ട്രാപ്പിലേക്ക് കുത്തിക്കയറ്റി. അവൻ ചോരയും മദ്യവും ഛർദ്ദിച്ച് മരണപ്പെട്ടു. അതേസമയം ഓടിത്തളർന്ന ടാറ്റം ഒരു കടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഗോസ്റ്റ് ഫേസ് തൻ്റെ തൊട്ടടുത്തുള്ളതായി മനസ്സിലാക്കി. അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും ആരും വാതിൽ തുറന്നില്ല. അവൾ ഒരു ബോർഡെടുത്ത് ഗോസ്റ്റ് ഫേസ് വന്നപ്പോൾ അവൻ്റെ തലക്കടിച്ചു. അവൾ വീണ്ടും തെരുവിലൂടെ ഓടി സഹായം അഭ്യർത്ഥിച്ചു. ഒടുവിൽ ഒരു പൂക്കടയുടെ മറവിൽ ഒളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ വരുന്നത് കണ്ട് അവൾ ഞെട്ടി. എന്നാൽ അത് ബെന്നായിരുന്നു. താൻ കൊലയാളിയല്ലെന്ന് അവൻ കരഞ്ഞു പറയുമ്പോൾ ടാറ്റം അവനോട് ക്ഷമ ചോദിച്ചു. എന്നാൽ ആ ആശ്വാസം അധികം നീണ്ടുനിന്നില്ല. പുറകിൽ നിന്നും വന്ന ഗോസ്റ്റ് ഫേസ് ബെന്നിനെ ആക്രമിക്കുകയും അവനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു. ദേഷ്യം വന്ന ടാറ്റം ഗോസ്റ്റ് ഫേസിനെ ഒരു കടയുടെ ഗ്ലാസ് ജനലിലേക്ക് തള്ളിയിട്ട് അത് തകർത്തു. ബെന്നിൻ്റെ മരണം ഉറപ്പാക്കിയ ശേഷം അവൾ വീണ്ടും ഓടുകയും നേരെ അമ്മയുടെ കഫേയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് അവൾ വേഗം അകത്തു കയറി വിളിച്ചു. ഇത് സിഡ്നിയുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് അയച്ചിരുന്നു. കഫേയുടെ വാതിൽ പൂട്ടിക്കിടക്കുന്നത് കണ്ട് ഗോസ്റ്റ് ഫേസ് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ടാറ്റത്തിൻ്റെ ഫോൺ ബില്ലടിക്കുന്നത്. അവൾ വേഗം അത് കട്ട് ചെയ്തെങ്കിലും ഗോസ്റ്റ് ഫേസ് ആ ശബ്ദം കേട്ടിരുന്നു. അവൻ അവിടെ തന്നെ കാത്തുനിന്നു. ടാറ്റം സിഡ്നിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഓഫീസിനുള്ളിൽ ഒരു തോക്കിരിപ്പുണ്ടെന്ന് സിഡ്നി അവളോട് പറഞ്ഞു. ടാറ്റം അത് എടുക്കാൻ പോയ സമയത്ത് ഗോസ്റ്റ് ഫേസ് പാസ്വേഡ് ഉപയോഗിച്ച് കഫേയുടെ വാതിൽ തുറന്ന് അകത്തു കയറി. അവൾ ഓഫീസിനുള്ളിൽ കയറി ഒരു ഹർനസ് ഉപയോഗിച്ച് വാതിൽ തടഞ്ഞു. സിഡ്നി ഇതെല്ലാം സെക്യൂരിറ്റി ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾ മകളെ വിളിച്ച് സേഫിൻ്റെ കോഡ് പറഞ്ഞു കൊടുത്തു. ടാറ്റം തോക്ക് പുറത്തെടുത്തപ്പോൾ
സിഡ്നി അതിൻ്റെ സേഫ്റ്റി എങ്ങനെ മാറ്റണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഭയന്നു ഉറച്ച മകൾക്ക് സിഡ്നി ധൈര്യം പകരുകയും നീ എൻ്റെ മകളാണെന്ന് അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഗോസ്റ്റ് ഫേസ് വാതിലിന് മുന്നിൽ നിന്നും മാറിയ ഉടൻ തന്നെ സിഡ്നിയുടെ നിർദ്ദേശപ്രകാരം ടാറ്റം ചുമരിലേക്ക് വെടിയുതിർത്തു. ആ വെടിയുണ്ടകൾ തുളച്ചു കയറി ഗോസ്റ്റ് ഫേസ് താഴെ വീണു. ടാറ്റം പുറത്തേക്ക് വന്നു. അവൻ്റെ തലയ്ക്ക് തന്നെ വെടിവെച്ച് മരണം ഉറപ്പാക്കാൻ സിഡ്നി പറഞ്ഞു. എന്നാൽ ഗോസ്റ്റ് ഫേസ് പെട്ടെന്ന് എഴുന്നേറ്റ് തോക്കിനായി അവളുമായി മല്ലിടുകയും അവളെ മേശയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ടാറ്റം ഒരു ഫയർ എക്സിക്യൂഷണർ എടുത്ത് അവൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി. അവൾ ഓടാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ കാലിൽ പിടിച്ച് നിലത്തിട്ടു. ടാറ്റം കസേരകളെടുത്ത് അവനെ അടിച്ച് വീണ്ടും താഴെയിട്ടു. ഒടുവിൽ അവൾ പുറത്തേക്ക് ഓടാൻ ഒരുങ്ങുമ്പോൾ വാതിൽക്കലിൽ മറ്റൊരു ഗോസ്റ്റ് ഫേസ് കൂടി നിൽക്കുന്നത് കണ്ട് അവൾ സ്പത്തയായി. 2 കൊലയാളികളും ഒരേ സമയം അവളെ വളഞ്ഞു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. മിനിറ്റുകൾക്ക് ശേഷം സിഡ്നി കഫേയിലേക്ക് എത്തിയപ്പോൾ അവിടെ തോക്ക് മാത്രമാണ് കണ്ടത്. പെട്ടെന്ന് ഗോസ്റ്റ് ഫേസിൻ്റെ കോൾ വന്നു. നീ വീട്ടിലെത്തി സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞങ്ങൾ അവളെ കൊല്ലില്ലെന്ന് അവൻ പറഞ്ഞു. സിഡ്നി വേഗം വീട്ടിലേക്ക് ഓടിയെത്തി. അവിടെയുള്ള എല്ലാ TV സ്ക്രീനുകളിലും സ്റ്റൂവിൻ്റെ ദൃശ്യങ്ങൾ പ്ലേ ആകുന്നുണ്ടായിരുന്നു. താൻ യാഥാർത്ഥ്യമല്ലെന്ന് പറയുന്ന ആ മുഖം പെട്ടെന്ന് മുൻകാല ഇരകളുടെയും മറ്റു ഗോസ്റ്റ് ഫേസ് കൊലയാളികളുടെയും മുഖങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. ഒടുവിൽ സിഡ്നി വീടിൻ്റെ പിൻമുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ടാറ്റത്തെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നതായി കണ്ടു. അവിടെ നിന്നിരുന്ന ഗോസ്റ്റ് ഫേസ് തൻ്റെ മാസ്ക് മാറ്റി. അത് മറ്റാരുമായിരുന്നില്ല, ഹോസ്പിറ്റൽ സൂപ്പർവൈസറായിരുന്ന മാർക്കോ ആയിരുന്നു. അവൻ സ്റ്റൂ എന്ന് വിളിച്ചപ്പോൾ മറ്റൊരു ഗോസ്റ്റ് ഫേസ് കൂടി അങ്ങോട്ടേക്ക് വന്നു. മാർക്കോ ഗാരേജിൽ നിന്നും അബോധാവസ്ഥയിലായ മാർക്കിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവനെ ചവിട്ടി. രണ്ടാമത്തെ ഗോസ്റ്റ് ഫേസ് മാസ്ക് മാറ്റി. അത് കണ്ട് സിഡ്നി ഞെട്ടിപ്പോവുകയാണ്. അത് ജെസീക്കയായിരുന്നു. യഥാർത്ഥ സ്റ്റൂ പണ്ടേ മരിച്ചതാണെന്ന് മാർക്കോ വെളിപ്പെടുത്തി. താൻ മുൻപ് ഒരു ഗൂഗിൾ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നുവെന്നും അതുകൊണ്ട് കമ്പ്യൂട്ടർ കാര്യങ്ങൾ തനിക്ക് വലിയ അറിവുണ്ടെന്നും അവൻ പറഞ്ഞു. സിഡ്നി അവരോട് ദയയ്ക്കായി യാചിക്കുമ്പോൾ ജെസീക്ക അവളെ പരിഹസിച്ചു. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ക്രൂരനായ ഭർത്താവിനൊപ്പം നരകയാതന അനുഭവിക്കുമ്പോൾ സിഡ്നിയുടെ ജീവചരിത്രമാണ് തനിക്ക് പ്രചോദനമായതെന്ന് ജെസീക്ക പറഞ്ഞു. തിന്മകളെ ഇല്ലാതാക്കാൻ താൻ തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും അവർ തങ്ങളെ ഉപേക്ഷിച്ചു പോയെന്ന് ലൂക്കാസിനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. ജെസീക്ക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് രഹസ്യമായി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്തിയെടുത്ത് മകളുടെ കാലിലെ കെട്ടുകൾ അറുക്കാൻ തുടങ്ങി. സിഡ്നി പൊതുജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായതും ന്യൂയോർക്കിൽ നടന്ന ഗോസ്റ്റ് ഫേസ് ആക്രമണങ്ങളിൽ പങ്കെടുക്കാത്തതും തന്നെ നിരാശയാക്കിയെന്ന് ജെസീക്ക ദേഷ്യത്തോടെ പറഞ്ഞു. സിഡ്നി ഇല്ലാതെ ഒരു ഗോസ്റ്റ് ഫേസ് കഥ ഉണ്ടാകില്ലെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. തൻ്റെ ഹീറോ ഭയന്നോടുന്നത് കണ്ട് മാനസിക നില തെറ്റിയ ജെസീക്ക അങ്ങനെയാണ് ആ മാനസികാരോഗ്യ ആശുപത്രിയിൽ എത്തുന്നതും അവിടെ വെച്ച് മാർക്കോയെയും കാളിനെയും പരിചയപ്പെടുന്നതും. സിഡ്നി പണ്ട് അനുഭവിച്ചതുപോലെ മകളുടെ മുന്നിലിട്ട് അവളെ കൊല്ലാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ജെസീക്ക പറഞ്ഞു. മാർക്ക് കെട്ടുകൾ അറുത്തുമാറ്റിയെന്ന് സിഡ്നി ശ്രദ്ധിക്കുകയും മകളോട് ഒരു ആംഗ്യം കാണിക്കുകയും ചെയ്തു. കൃത്യം ആ നിമിഷത്തിൽ ടാറ്റം ജെസീക്കയുടെ തലയ്ക്കടിച്ചു. സിഡ്നി മാർക്കോയുടെ തലയ്ക്ക് വെടിവെച്ച് അവനെ തലക്ഷണം കൊന്നു. ടാറ്റം ആ കസേരയെടുത്ത് ജെസീക്കയുടെ മേൽ അടിച്ചു തകർത്തു. എന്നാൽ ജെസീക്ക അവളെ തള്ളിമാറ്റി നിർമ്മാണ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. സിഡ്നി ജെസീക്കയെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഒരു ഗോസ്റ്റ് ഫേസ് വേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പുണ്ടായിരുന്നു. ജെസീക്ക സിഡ്നിയുടെ പേര് മന്ത്രിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന റേഡിയോ ഉച്ചത്തിൽ ഓണാക്കി. സിഡ്നി അത് ഓഫാക്കാൻ പോയ സമയത്ത് ജെസീക്ക അവളുടെ മേലേക്ക് ചാടി വീണു. അവർ രണ്ടുപേരും നിലത്ത് കിടന്ന് കടുത്ത പോരാട്ടം നടത്തി. സിഡ്നി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ജെസീക്കയുടെ കാലിൽ കുത്തി. മറുപടിയായി ജെസീക്ക ഒരു കേബിൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചു. എന്നാൽ സിഡ്നി ആ സ്ക്രൂ ഡ്രൈവർ തിരികെയെടുത്ത് ജെസീക്കയുടെ ശരീരത്തിൽ പലതവണ കുത്തി അവളെ തള്ളിമാറ്റി. ജെസീക്ക വീണ്ടും ആക്രമിക്കാൻ വന്നതും ടാറ്റം അവിടേക്കെത്തി അവൾക്ക് നേരെ വെടിവെച്ചു. ടാറ്റം അമ്മയെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ച ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ജെസീക്കയെ അവിടെ കാണാനില്ല. പെട്ടെന്ന് ജെസീക്ക വീണ്ടും ഒടുവിലത്തെ ആക്രമണത്തിനായി കുതിച്ചെത്തി. എന്നാൽ ഇത്തവണ അമ്മയും മകളും ഒരുമിച്ച് അവൾക്ക് നേരെ വെടിയുതിർക്കുകയും ജെസീക്കയെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസും മാധ്യമങ്ങളും ആ വീട് വളഞ്ഞു. ചാടും മിണ്ടിയും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പിന്നീട് ആംബുലൻസിൽ മാർക്കസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സിഡ്നി ന്യൂയോർക്കിൽ അവളുടെ കൂടെ ഉണ്ടാകാത്തതിന് ഗെയിലിനോട് ക്ഷമ ചോദിക്കുകയും അവർ കെട്ടിപ്പിടിച്ച് സൗഹൃദം പുതുക്കുകയും ചെയ്തു. തുടർന്ന് സിഡ്നി ടാറ്റത്തോട് സംസാരിക്കുകയും തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അവളോട് തുറന്നു പറയുകയും ചെയ്തു. തൻ്റെ അന്തരിച്ച ഉറ്റ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്കായി അവൾ എത്രത്തോളം ശക്തയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ്
മകൾക്ക് ടാറ്റം എന്ന് പേരിട്ടതെന്ന് അവൾ വെളിപ്പെടുത്തി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മാർക്കിനെ കാണാനായി ആശുപത്രിയിലേക്ക് തിരിക്കുന്നതോടെ ഈ ചോര ചീന്തിയ ഗോസ്റ്റ് ബേസിൻ്റെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത സിനിമയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.